നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം പാലക്കാട് ജില്ലയിലെ അവലോകനം. കരിമ്പനകളുടെ നാടായ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കാലത്തും കാറ്റുപിടിക്കാത്ത ഇടതുകോട്ടയാണ്. ഇടതുപാളയത്തിൽ ചില വിസ്മയങ്ങളെ അവതരിപ്പിച്ച് സീറ്റുകൾ പിടിക്കാനുള്ള UDF തന്ത്രം ഫലം കാണുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇടത് വിമതന്മാരുടെ കൂട്ടായ്മയും പിന്നാലെ CPIM-വുമായി ഇടഞ്ഞ PK ശശി വലതുപാളയത്തിലെത്തിച്ചും VS-ന്റെ വിശ്വസ്തനായിരുന്ന A സുരേഷിനെ കോൺഗ്രസിലെത്തിച്ചും UDF ക്യാമ്പിൽ ആരവമുണ്ടാക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. തികഞ്ഞ ഗ്രാമീണ സ്വഭാവം പുലർത്തുന്ന ജില്ലയിൽ ഹൈന്ദവ വോട്ടർമാർക്കാണ് മേൽക്കൈ. ഹൈന്ദവർ 68% വരും. 28% വരുന്ന മുസ്ലിങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ നിർണയിക്കുന്ന പ്രധാന ഘടകം. 4% വരുന്ന ക്രൈസ്തവരും നിർണായകമാണ്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് നെല്ല് സംഭരണവും താങ്ങുവിലയും കർഷകരുടെ വോട്ടിൽ നിർണായകമാകും. ജില്ലയിൽ 12 മണ്ഡലങ്ങളാണ് പരിധിയിൽ വരുന്നത്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നിവയാണ് ജില്ലയിലെ മണ്ഡലങ്ങൾ. 2021 ജില്ലയിൽ 12-ൽ 10 മണ്ഡലങ്ങളിലും ജയം LDF-നായിരുന്നു. 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-ന് നേടാനായത്. മണ്ണാർക്കാടും പാലക്കാടും മണ്ഡല പുനർനിർണയത്തിനു ശേഷം നടന്ന 3 തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ജില്ല ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണെന്ന് കാണാം. മണ്ണാർക്കാടും പാലക്കാടും ഇളകാത്ത UDF കോട്ടയായി തുടരുമ്പോൾ തൃത്താലയും പട്ടാമ്പിയും ചിറ്റൂരും UDF ചായ്വ് പ്രകടിപ്പിക്കാൻ മടിക്കാത്ത മണ്ഡലങ്ങളാണ്. ജില്ലയിലെ 12 മണ്ഡലങ്ങൾ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ UDF-നൊപ്പമാണ്. 2024-ലെ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, പാലക്കാട് മണ്ഡലങ്ങളിൽ UDF ലീഡ് നേടി. മലമ്പുഴയിലും ഷൊർണൂരും LDF-നായിരുന്നു ലീഡ്. പൊന്നാനി മണ്ഡലത്തിൽ വരുന്ന തൃത്താലയിൽ LDF പിന്നിലായി. ആലത്തൂർ ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ വീതം LDF-ഉം UDF-ഉം ലീഡ് നേടി. ജില്ലയിൽ NDA ശക്തമായ സാന്നിധ്യമാണ്. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിലും പാലക്കാടും NDA 2ാം സ്ഥാനത്താണ്. മറ്റു മണ്ഡലങ്ങളിൽ NDAക്ക് 15,000-നും 30,000-നും ഇടയിൽ വോട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDF-ന് കാലിടറി. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയെങ്കിലും 8 ഡിവിഷനുകളിൽ കൈവിട്ടുപോയി. മുനിസിപ്പാലിറ്റികൾ തിരിച്ചടി നേരിട്ടു. ഗ്രാമപഞ്ചായത്തുകളിലും വൻ തിരിച്ചടി നേരിട്ടു. തദ്ദേശ ഫലം അസംബ്ലി തലത്തിൽ വിലയിരുത്തിയാൽ UDF-ന് നേട്ടമുണ്ടെന്നും കാണാം. 12-ൽ LDF-നൊപ്പമുള്ള പട്ടാമ്പിയിലും തൃത്താലയിലും ഒറ്റപ്പാലത്തും UDF ലീഡ് നേടി. മണ്ണാർക്കാട് വൻ ലീഡ് ആവർത്തിച്ചു. പാലക്കാട് നടൻ രമേശ് പിഷാരടിയിലൂടെ നിലനിർത്താമെന്ന പ്രതീക്ഷ വയ്ക്കുന്ന UDF മലമ്പുഴയിലെ സുരേഷിന്റെയും ഒറ്റപ്പാലത്ത് PK ശശിയുടെയും സാന്നിധ്യം ജില്ലയിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന ശോഭാ സുരേന്ദ്രനിലൂടെ പാലക്കാട് അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. സമുദായ വോട്ടുകളുടെ കേന്ദ്രീകരണവും ജില്ലയിൽ UDF-ന് ഇത്തവണ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. നിലവിലുള്ള 10 സീറ്റുകൾ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് LDF. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.